ഇന്ന് നമ്മുടെ 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിലെ ഡേ 11 ആണ്. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ ബയോളജിയിൽ ഇയർ എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇയർ പഠിക്കാൻ തുടങ്ങിയാണ്. അപ്പം ആദ്യം ഞാൻ 1-2 യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കണ്ടു. അങ്ങനെ അതിൽ നിന്ന് കുറേ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം AI ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ മൈൻഡ് മാപ്പുകളും അതുപോലെ തന്നെ ടാബുലേഷനുകളും ഒക്കെ ജനറേറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയി. നമ്മൾ വീഡിയോയിൽ വളരെ ലാബറേറ്റ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് AI സഹായത്തോടെ ലഭിക്കും. അപ്പം അത് നമ്മൾ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ കൂടി കണ്ടു. ചെവിനെ പറ്റി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരേ ഇതിൽ 2 വീഡിയോസ് കാണുന്ന സമയത്ത് ഒന്നിലില്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റേതിലുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് ചെയ്യാറുണ്ട്. അതിനുശേഷം പഠിച്ചതിന് ശേഷം ഞാൻ എന്തായാലും MCQ ചെയ്യും. അപ്പം അത് ജസ്റ്റ് ഇതേപോലെ തന്നെ AI ഉപയോഗിച്ചിട്ട്, ഞാൻ ജെമിനി ഉപയോഗിച്ചിട്ടാണ് AI ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കും. അതിനുശേഷം SCERT ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി. അത് ഞാൻ ഓൾറെഡി പഠിച്ച സാധനമാണെന്ന് റിവിഷൻ പോലെ വായിച്ച് നോക്കി. അതിനുശേഷം ആ പഠിച്ചത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ രീതിയിലുള്ള MCQ ചെയ്തു. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു 30 എണ്ണമൊക്കെ വെച്ചിട്ട് നമ്മൾ MCQ ചെയ്യുമ്പോൾ മിനിമം 30 എന്നുള്ള രീതിയിൽ പഠിച്ച ഒരു ടോപ്പിക്കിനെ പറ്റി 30 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഞാൻ OMR തന്നെയാണ് ചെയ്യാറ്. OMR നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. വീണ്ടും വേറൊരു ക്ലാസ് കൂടെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൊരു ക്ലാസ് കൂടി കണ്ടു. അതിനും ഞാൻ MCQ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ MCQ ചെയ്യുന്ന സമയത്ത് 10 എണ്ണമുള്ള ഒരു 3 സെറ്റായിട്ടാണ് ചെയ്യുക MCQ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 8, 9 അല്ലെങ്കിൽ 10 ആ ഒരു രീതിയിൽ തന്നെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് ഞാൻ കുറച്ച് GK ആണ് നോക്കുന്നത്. PSC ബുള്ളറ്റിനിലെ GK ആണ്. അത് ഇംഗ്ലീഷിലാണോ GK ഉള്ളത്, പക്ഷേ അത് കുറച്ചൊക്കെ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ വായിച്ച് പോവുകയാണ്. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതെല്ലാം ഞാൻ ഒന്ന് നെറ്റിൽ നോക്കിയിട്ട് അതും കൂടി വായിച്ച് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കോംപ്രിഹെൻഡ് ആയിട്ട് പഠിച്ചതുപോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. PSC ബുള്ളറ്റ് നല്ല രീതിയിൽ കവർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോട് കൂടിയിട്ടാണ് അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.